കുതിര കച്ചവടവും ചാക്കിട്ടുപിടുത്തവുമായിരുന്നു ബി.ജെ.പിയെ ദേശീയ തലത്തിൽ ശക്തരാക്കിയത്. അത് ഗോവയിലും കർണാടകയിലും മിസോറാമിലും അടക്കം നിരവധി സംസ്ഥാനങ്ങളിൽ പയറ്റി വിജയിച്ച പദ്ധതിയുമാണ്. ഒന്നാം മോദി സർക്കാരിന്റെ കാലത്തും രണ്ടാം മോദി സർക്കാരിന്റെ കാലത്തും ബി.ജെ.പിയിലേക്ക് ഒഴുകിയെത്തിയത് ഇത്തരത്തിൽ നിരവധി നേതാക്കളാണ്. ഇതിൽ കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കൾ തൊട്ട് മുൻ മുഖ്യമന്ത്രിമാരും PCC അധ്യക്ഷന്മാരും ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലും ബീഹാറിലും പഞ്ചാബിലും മറ്റും ബി.ജെ.പി മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ചാക്കിട്ട് പിടിച്ചു. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥിനെ വരെ ബി.ജെ.പി ചാക്കിലിട്ടെങ്കിലും തൽക്കാലം കുരുങ്ങിയില്ല. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ബി.ജെ.പി നടത്തുന്ന ചാക്കിട്ടുപിടുത്തം നടപ്പിലാക്കാൻ പറ്റാത്തയിടങ്ങളിൽ കേസിൽ കുരുക്കി നേതാക്കളെയും മന്ത്രിമാരെയും ജയിലിൽ അടച്ചു. ചാക്കിൽ കുരുങ്ങിയ ചിലരൊക്കെ കേന്ദ്ര മന്ത്രിമാർ വരെയായി എന്നത് മറ്റൊരു ചരിത്രം. രാഷ്ട്രീയ എതിരാളികളെ തകർക്കാനായി ബി.ജെ.പി എന്നും പയറ്റിയ അടവും ഇത് തന്നെ. കാലുമാറ്റവും കൂറുമാറ്റവും പാർട്ടിയെ പിളർത്തലുമെല്ലാം മോദിയുടെ ആശീർവാദത്തോടെ രാജ്യത്തെങ്ങും അരങ്ങേറി. ഈ അജണ്ടകൾ പയറ്റാൻ പറ്റാത്ത ഇടങ്ങളിൽ ഗവർണർമാരെ വെച്ച് വിലപേശിയും രാഷ്ട്രീയ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചും ബി.ജെ.പി ജൈത്രയാത്ര തുടർന്നു. മഹാരാഷ്ട്രയിലെ ശിവസേനയെ പിളർത്തി, NCPയെ പിളർത്തി. അധികാരം പിടിച്ചതും ബീഹാറിൽ നിതീഷിനെ ഭീഷണി മുഴക്കി മുന്നണിയിലേക്ക് തിരികെ എത്തിച്ചതും ആന്ധ്രയിൽ TDPയെ ഒപ്പം എത്തിച്ചതുമെല്ലാം ജനാധിപത്യ രാജ്യം അത്ഭുതത്തോടെ കണ്ട കാഴ്ചകളാണ്. ഹരിയാനയിലും ഹിമാചലിലും പയറ്റിയതും ചാക്കിട്ടുപിടുത്തത്തിന്റെ ട്രയൽ റിഹേഴ്സൽ മാത്രമായിരുന്നു. കുതിര കച്ചവടത്തിലൂടെ സംസ്ഥാന ഭരണം പിടിക്കുകയും ഭരണം അട്ടിമറിക്കുകയും ചെയ്തത് ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടികൾക്ക് കാരണമായിട്ടുണ്ടെങ്കിലും മൂന്നാം മോദി സർക്കാരിന്റെ കാലത്തും ഈ നയങ്ങൾക്ക് മാറ്റമൊന്നും വരുത്താൻ ബി.ജെ.പി തയ്യാറല്ല. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി ജാർഖണ്ഡ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ് ബി.ജെ.പി. ഭരണകക്ഷിയിലെ പ്രമുഖനും ഇടക്കാല മുഖ്യമന്ത്രിയുമായിരുന്ന ചമ്പൈ സോറനെ മറുകണ്ഠം ചാടിച്ചിരിക്കുകയാണ് ബി.ജെ.പി. JMMൽ കടുത്ത പ്രതിസന്ധിയാണ് ഇതുമൂലം രൂപം കൊണ്ടിട്ടുള്ളത്. ഹേമന്ത് സോറൻ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ തുടർന്നാണ് ചമ്പൈ സോറൻ ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയാകുന്നത്. ഹേമന്ത് സോറൻ മാസങ്ങളുടെ ജയിൽവാസത്തിന് ശേഷം ജയിൽ മോചിതനായതോടെ ചമ്പൈ സോറന് മുഖ്യമന്ത്രി കസേരയിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു. എന്നാൽ മുഖ്യമന്ത്രി കസേര നഷ്ടമായ ചമ്പൈ സോറനെ ചാക്കിൽ വീഴ്ത്താനുള്ള ബി.ജെ.പിയുടെ ശ്രമം വളരെ ആസൂത്രിതമായിരുന്നു. അടുത്തു തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ജാർഖണ്ഡിൽ ഭരണം പിടിക്കുകയെന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ബി.ജെ.പിക്കുള്ളൂ. JMMനെ തകർക്കാനായാൽ ബി.ജെ.പിക്ക് ജാർഖണ്ഡ് ഭരണം പിടിക്കാനാകും. ഇതിനുള്ള എളുപ്പവഴി JMMലെ അസ്വസ്ഥരെ കണ്ടെത്തി അവരെ ബി.ജെ.പി പാളയത്തിൽ എത്തിക്കുക എന്നത് തന്നെയാണ് തന്ത്രം. അത് തന്നെ JMM നേതാവ് ചമ്പൈ സോറന് മുഖ്യമന്ത്രി പദം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതോടെ ചമ്പൈ സോറൻ ബി.ജെ.പി പാളയത്തിലെത്തും. ഒപ്പം ചില MLAമാരും പോകും. അതേ ബി.ജെ.പി വീണ്ടും ചാക്കുമായി രംഗത്തുണ്ട്. പ്രതിയോഗികൾ ജാഗ്രതയിൽ.